ഹായ് അസ്സലാമലൈക്കും. ഇതൊരു മരമാണ് കേട്ടോ, ഈനാമ്പഴത്തിൻ്റെ മരം എന്ന് പറയും. അപ്പോൾ ഇത് വേനൽക്കാലം ഏകാരത്തിൽ ഇലയൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇത് ഈനാമ്പഴം പറയും. പിന്നെ എന്തോ എന്താണ് ആന മുന്തിരിന്ന് അങ്ങനെ എന്തൊക്കെ ഒരു പേര് പറയും. കണ്ടു കഴിഞ്ഞാൽ എത്ര വലിപ്പമുള്ളൊരു ഫ്രൂട്ട്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വില ഉണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ കണ്ടിട്ട് വില ചോദിച്ചപ്പോൾ ഇത് കായ്ക്കുന്നത് തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളാണ് കായ്ക്കുക. അപ്പോൾ ചൂട് വേനൽക്കാലം ആയാലും ഇലയൊക്കെ കൊഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തളർത്ത് വരികയാണ് ഈ ഇലകൾ. അപ്പോൾ കായ് നല്ലോണം ഉണ്ടാവാറുണ്ട്, നല്ല ടേസ്റ്റാണ് തിന്നുമ്പോൾ. അപ്പോൾ ഇത് കായില്ല. ഇപ്പോൾ ഞാൻ കായുള്ള സമയത്ത് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഈ പഴം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈനാമ്പഴം എന്നുള്ളൊരു മരമാണ് ഇത്. നമ്മളെ ഇവിടെ തന്നെ നമ്മൾ ചെടി വാങ്ങി വെച്ച് പിടിപ്പിച്ചാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല മരങ്ങളായിട്ടുണ്ട്. അപ്പം നാടൻ ഈനാമ്പഴവും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് നാടൻ ഈനാമ്പഴമാണ് കേട്ടോ. ഇതിപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാവും പറയുക. ഇവിടെ പാലക്കാട് പറയുക ഇതിന് ചീരാങ്കണ്ണി, അതുപോലെ സീതള നാരങ്ങ, ഇതെന്ന പേര് പറയുക ഇതിന്, സീതാരങ്ങ അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് കാച്ചിട്ടുണ്ട്. അതിൽ മൊട്ട് കാണുന്നുണ്ട്, പൂവിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ഉണ്ടാവും, നിറച്ച് കായ് ഉണ്ടാവാറുണ്ട് ഇതിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേനൽക്കാലം ഇതൊക്കെ ആയ കാരണം അതിൽ ഇലയൊക്കെ കൊഴിഞ്ഞൊക്കെ പോയൊരു അതിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ല, നല്ല ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ചെടികളും നല്ലൊരു ഫ്രൂട്ട്സായിട്ടാണ് ഞങ്ങൾ ഭക്ഷിക്കാറുണ്ട്. കരിഞ്ഞിട്ടൊക്കെ കണ്ടില്ല, അതിൽ ഉണ്ടായിട്ട് നല്ല ഹൈറ്റായിട്ട് നല്ല മരമാണ്. അപ്പോൾ ഈ വീഡിയോ ഇതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.